ആസ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എടുക്കുക. ഇതിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള ഗൈഡൻസ് നിങ്ങളിലേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ടോക്സിക് ആയിട്ടുള്ളൊരു സൈക്കിൾ അവസാനിച്ച് ആ ഒരു വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. നിങ്ങൾ ഒരു പുതിയ അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് എന്തോ ഒന്ന് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യേണ്ട ഒരു സമയമാണ് ഇതെന്ന് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നു. എന്തോ ഒന്ന് വിട്ട് കളയേണ്ട അല്ലെങ്കിൽ പുറകിൽ ഉപേക്ഷിക്കേണ്ട ഒരു സമയമാണിത്. അതെന്താണെന്ന് നിങ്ങളുടെ മനസ്സിൻ്റെ ആഴത്തിൽ നിങ്ങൾക്ക് ഇതിനകം തന്നെ ഞാൻ പറയുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവണം. അത് വീണ്ടും വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ ആവശ്യപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിന്നും നിങ്ങളെ പലപ്പോഴും അത് ഡിസ്ട്രാക്റ്റ് ചെയ്യിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, അകറ്റുന്നതായിട്ട് കാണുന്നുണ്ട്. മാനസികമായിട്ട് നിങ്ങളെ പലപ്പോഴും അത് തളർത്തുന്നുണ്ട്. ഒരേ സൈക്കിൾ തന്നെ വീണ്ടും വീണ്ടും ഒരേ സൈക്കിളിൽ തന്നെ നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്നത് പോലെ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ മുന്നോട്ട് പോകാൻ പുതിയ ഒന്നും തന്നെ നേടേണ്ടതില്ല. നമ്മളെ പിന്നിലേക്ക് വലിക്കുന്ന ചില കാര്യങ്ങളെ വിട്ടുകളയുക മാത്രം മതി. ചിലപ്പോൾ നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് നിന്നും പുറകോട്ട് വലിക്കുന്നത് എന്തെങ്കിലും വലിയൊരു പ്രശ്നമാകണമെന്നുമില്ല, ചെറിയൊരു ശീലമായിരിക്കാം. അതായത് നിങ്ങളുടെ ഫോൺ ഉപയോഗമായിരിക്കാം. അതായത് നിങ്ങൾ ഫോൺ എടുത്ത് കുറച്ച് മിനിറ്റ് മാത്രം നോക്കാമെന്ന് കരുതും, എന്നാൽ നോക്കി നോക്കി അത് 1 മണിക്കൂർ 2 മണിക്കൂർ ഇങ്ങനെയാകും. ചിലപ്പോൾ വീണ്ടും വീണ്ടും ഏതെങ്കിലും പഴയ ഒരു ശീലത്തിലേക്കുള്ള ഒരു മടങ്ങിപ്പോക്കുമാകാം. ഇനി അത് വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടും അറിയാതെ അതേ രീതിയിലേക്ക് തന്നെ നിങ്ങൾ പോകും, അങ്ങോട്ട് തന്നെ പോകും. ഇതിനൊന്നും സ്വയം കുറ്റപ്പെടുത്തേണ്ടതില്ല. ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ആവർത്തിക്കുന്ന ഈ ഒരു രീതിയെ, ഈ ഒരു പാറ്റേണെ നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു എനർജി കവർന്നെടുക്കുന്നത് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളോ ആയിരിക്കാം. അവരോടൊപ്പം തുടരുന്നത് അവർ നിങ്ങൾക്ക് നല്ലതായതുകൊണ്ടല്ല, അവർ നിങ്ങൾക്ക് ഫെമിലിയർ ആയതുകൊണ്ടാണ്, അവരുമായിട്ട് നിങ്ങൾക്കൊരു കംഫേർട്ട് കിട്ടുന്നത് കൊണ്ടാണ്. അതായത് പരിചിതമായിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് സുരക്ഷിതമായിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങൾ പോലും ചിലപ്പോൾ ഉപേക്ഷിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അതുകൊണ്ടാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, പരിചിതമായത് സമാധാനകരമായിരിക്കണമെന്നില്ല, സുഖകരമായി തോന്നുന്നത് ആരോഗ്യകരമായിരിക്കണമെന്നുമില്ല. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിന്നും നിങ്ങളെ അകറ്റുന്നത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് ലെറ്റ് ഗോ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു പുതിയ ഘട്ടത്തിന് നിങ്ങൾക്ക് ഇടം നൽകാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിന് അതിൻ്റേതായ രീതിയിൽ നിങ്ങളെ കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ശീലങ്ങളെയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യങ്ങളെയോ ഒക്കെ നമുക്ക് ഫെമിലിയർ ആണ്, നമുക്കത് പരിചിതമാണ് എന്നതുകൊണ്ട് മാത്രം അത് നല്ലതായിരിക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പോലും പരിചിതമായതിനാൽ നമുക്ക് അത് സുരക്ഷിതമായിട്ടും കംഫേർട്ടായിട്ടും ഒരു കംഫേർട്ട് സോണായിട്ടും ഒക്കെയാണ് തോന്നുന്നത്, സുഖമായിട്ടൊക്കെയാണ് തോന്നുന്നത്. അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ അറിയാത്തതിനെക്കുറിച്ചുള്ള ഭയം നമ്മെ അതേ സ്ഥാനത്ത് തന്നെ തുടരാനേ പ്രേരിപ്പിക്കുള്ളൂ. അത് എത്ര വേദനിപ്പിക്കുന്ന സാഹചര്യമാണെങ്കിലും അല്ലെങ്കിൽ വ്യക്തികളുടെ ഒത്താണെങ്കിലും അവിടെ എന്ത് നടക്കാൻ പോകുന്നു എന്നറിയുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഭയം കുറവായിരിക്കും. എന്നാൽ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഈ ഒരു സുഖം അല്ലെങ്കിൽ ഈ സുഖകരമായിട്ടുള്ള സാഹചര്യം എപ്പോഴും ഒരു വളർച്ചയല്ല. ചിലപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ലെറ്റ് ഗോ ചെയ്യുന്നതാണ്, അല്ലേ? അതായത് ഇതിന് ശേഷം എന്ത് സംഭവിക്കും, ഞാൻ തെറ്റായ തീരുമാനമാണോ എടുക്കുന്നത്, മറ്റൊരു രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ ഇതിങ്ങനെ ആകില്ലായിരുന്നല്ലോ, അങ്ങനെ ആകുമായിരുന്നല്ലോ എന്നിങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മുടെ ആ ഒരു മനസ്സ് ഇങ്ങനെ നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും, അല്ലേ? എന്നാൽ അമിതമായിട്ട് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് മുൻപോട്ട് പോകാനാകാതെ അവിടെ തന്നെ ആ ഒരു സ്ഥാനത്ത് തന്നെ നിങ്ങൾക്ക് നിൽക്കേണ്ടതായിട്ട് വരും. ഈ ഒരു ഗ്രോത്തിന്, പേഴ്സണൽ ഗ്രോത്ത് ആയിക്കോട്ടെ, സ്പിരിച്വൽ ഗ്രോത്ത് ആയിക്കോട്ടെ, എന്ത് ഗ്രോത്ത് ആയിക്കോട്ടെ, അവിടെ ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. എല്ലാ ഉത്തരങ്ങളും വ്യക്തമായതിനു ശേഷമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാകൂ എന്നുള്ളതില്ല. ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അടുത്തൊരു ചുവട് വയ്ക്കുമ്പോഴായിരിക്കും. നിങ്ങൾക്കിതിനകം ചില ഇൻറ്റ്യൂഷൻസോ മുന്നറിയിപ്പോ സൂചനകളോ ഒക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകാം. അതായത് ചില സാഹചര്യങ്ങൾ ആവർത്തിച്ച് നിങ്ങളെ മാനസികമായിട്ട് തളർത്തുന്നുണ്ടാവാം.
ചില ആളുകൾ നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് മാറ്റുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചില ആൾക്കാരുടെ അടുത്ത് നിൽക്കുമ്പോൾ അവരുടെ സാന്നിധ്യമൊക്കെ നിങ്ങളെ വളരെയധികം ഡ്രെയിൻഡ് ആക്കുന്നുണ്ടാകാം. ചില കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധയും ലക്ഷ്യബോധവും നഷ്ടപ്പെടുന്നുണ്ടാകാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ മാറ്റങ്ങളെ നിങ്ങൾ അവഗണിക്കേണ്ടതില്ല. അതെല്ലാം തന്നെ ഒരു സൈനാണ്, അല്ലെങ്കിൽ ഒരു സൂചനയാണ്. അതേസമയം നിങ്ങൾ ഭയപ്പെടുകയോ അല്ലെങ്കിൽ പരിഭ്രാന്തരാവുകയോ ഒന്നും തന്നെ വേണ്ട. നിങ്ങളുടെ മുൻപിൽ വരുന്ന ആ ഒരു സത്യങ്ങളെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ആ ഒരു സത്യങ്ങളെ നിങ്ങൾ അവഗണിക്കാതിരിക്കുക. സത്യസന്ധരാവുക ആ ഒരു ഇൻറ്റ്യൂഷനോട്. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ ഒരു പുരോഗതി ഇങ്ങനെ മന്ദഗതിയിലാകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകാം. ഒരുപക്ഷെ നിങ്ങൾ പല കാര്യങ്ങളും ശരിയായ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ശീലം വീണ്ടും വീണ്ടും നിങ്ങളെ പിന്നിലേക്ക് വലിച്ചിഴയ്ക്കുന്നുണ്ടാകാം. ഒരു പ്രത്യേക സാഹചര്യം നിങ്ങളുടെ ആ ഒരു എനർജി ചോർത്തുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഒരു ബന്ധം നിങ്ങളുടെ ചിന്തകളിൽ അമിതമായിട്ട് ഇടം പിടിക്കുന്നുണ്ടാകാം. ഒരു നിരന്തരമായിട്ടുള്ള ശ്രദ്ധ തിരിച്ചിൽ, ഒരു ഡിസ്ട്രാക്ഷൻ നിങ്ങളുടെ വിലപ്പെട്ട സമയം കവർന്നെടുക്കുന്നുണ്ടാവാം. അതിൻ്റെ വില നിങ്ങൾ തിരിച്ചറിഞ്ഞതിലും കൂടുതലായിരിക്കാം. നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്നും സമയം നഷ്ടപ്പെടുന്നു. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ പോകുന്നു. നിങ്ങളെ തളർത്തുന്ന, നിങ്ങളുടെ എനർജിയെ തളർത്തുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിന്നാൽ എങ്ങനെ ആയിരിക്കുമെന്ന് നിങ്ങൾ ഒരിക്കൽ ചിന്തിച്ച് നോക്കുക. അതായത് ആ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിന് കൂടുതൽ സമാധാനമുണ്ടായിരിക്കും. രാവിലെ ഉണരുമ്പോൾ ആ ഒരു സമ്മർദ്ദമില്ലാതെ ഉണരാൻ സാധിക്കുന്നു. നിങ്ങൾക്കായിട്ട് കൂടുതൽ സമയം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നു. നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ആ ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നു. ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഒരു ക്ലാരിറ്റി, അല്ലെങ്കിൽ വ്യക്തതയോടെ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയും. നിങ്ങളുടെ ചെറിയ വിജയങ്ങൾക്ക് പോലും പൂർണ്ണമായിട്ടും ആസ്വദിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ആ സ്വാതന്ത്ര്യം നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം. പക്ഷേ ഒരു കാര്യം ഓർക്കേണ്ടത്, നിങ്ങൾ ഈ ഉപേക്ഷിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കില്ല എന്നല്ല. നിങ്ങൾ ഈ ഉപേക്ഷിക്കുന്ന, ഈ ഒരു പിന്നിൽ ഉപേക്ഷിക്കുന്നത് എന്ത് കാര്യമായാലും അതിന് ചിലപ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാം. ഞാൻ ശരിയായ തീരുമാനമാണോ എടുത്തത് എന്ന് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടാകാം. ചില നിമിഷങ്ങളിൽ നിങ്ങൾ ഒറ്റപ്പെട്ടതുപോലെ നിങ്ങൾക്കൊരു ഏകാന്തത അനുഭവപ്പെടാം. പക്ഷേ വേദന തോന്നുന്നു എന്നതുകൊണ്ട് മാത്രം നിങ്ങളുടെ തീരുമാനം തെറ്റായിരുന്നുവെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ചില കാര്യങ്ങൾ നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളായാൽ പോലും നമ്മൾ അതിനെ ലെറ്റ് ഗോ ചെയ്യുമ്പോഴും നമുക്ക് വേദനയുണ്ടാകാം, അതിനെ മിസ് ചെയ്യാം. പക്ഷേ അതിന് ശേഷമാണ് നമുക്ക് നമ്മളെ തന്നെ വീണ്ടും കണ്ടെത്താൻ കഴിയുന്നത്. ആ ഒരു കാര്യം ഓർക്കുക. ആ ഒരു സമയത്ത്, ആ ഒരു ഘട്ടത്തിൽ ചിലപ്പോഴും നിങ്ങൾക്ക് അസ്വസ്ഥതയും വേദനയും ഒക്കെ അനുഭവപ്പെട്ടേക്കാം. പക്ഷേ ഇതെല്ലാം ഒരു മാറ്റത്തിൻ്റെ ഭാഗമായിരിക്കും. അതായത് നിങ്ങൾ പിന്നീട് ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴുള്ള ആ ഒരു ഘട്ടം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പരിചയമില്ലാത്ത പുതിയതായിട്ടുള്ള ഒന്നായിരിക്കും. ആ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിന് പൊരുത്തപ്പെടാനായിട്ട് അതിൻ്റേതായ ഒരു സമയം വേണം. ആ ഒരു സമയത്തുണ്ടാകുന്ന ആ ഒരു വേദനയാണത്. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ കുറച്ച് സമയം നൽകുക. എല്ലാം ഉടനെ ശരിയാക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ നിർബന്ധിക്കേണ്ടതില്ല. നിങ്ങളുടെ പാസ്റ്റിലെ ചില ബുദ്ധിമുട്ടുണ്ടാക്കിയ ആ ഒരു നിമിഷങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഓർത്ത് നോക്കുക. ഒരിക്കലും അതിജീവിക്കാൻ കഴിയില്ലെന്ന് തോന്നിയ കാര്യങ്ങൾ ഉണ്ടായിരിക്കില്ലേ? എന്നിട്ടും എങ്ങനെയോ നിങ്ങൾ അതിലൂടെ കടന്നുപോയി അല്ലേ? മുൻപ് നിങ്ങൾക്ക് മനസ്സിലാകാതിരുന്ന പല കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു, നിങ്ങൾ മനസ്സിലാക്കി. നിങ്ങൾക്ക് അന്ന് കാണാൻ കഴിയാതിരുന്ന പല അവസരങ്ങളും പിന്നീട് നിങ്ങളുടെ മുൻപിൽ വന്നു അല്ലേ? ആ അനുഭവങ്ങളൊക്കെയും നിങ്ങളെ കൂടുതൽ സ്ട്രോങ് ആക്കുകയാണ് ചെയ്തത്. ഒരിക്കൽ ഒരു അവസാനമായി തോന്നിയ ഒരു കാര്യം പിന്നീട് ഒരു പുതിയ തുടക്കമായി മാറിയത് ഓർമ്മയില്ലേ? അതുകൊണ്ട് ഇപ്പോഴുള്ള ഈ ഒരു മാറ്റത്തെയും അതേ കാഴ്ചപ്പാടോടുകൂടി നോക്കിയാൽ മാത്രം മതി. ഇപ്പോൾ എല്ലാം വ്യക്തമായി കാണാൻ കഴിയുന്നില്ലെങ്കിലും ഈ ഒരു ഘട്ടം നിങ്ങളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് സമയം തെളിയിക്കും. ഒരു പുതിയ ഘട്ടത്തിലേക്കുള്ള ഒരു യാത്രയിലാണ് നിങ്ങൾ. എല്ലാം ഒരു രാത്രി കൊണ്ട് മാറ്റേണ്ടതില്ല. ചെറിയ ചുവടുകൾ വെച്ച് നിങ്ങൾ തുടങ്ങുക. കുറച്ച് സമയം ഫോൺ നിങ്ങൾ മാറ്റിവെക്കുക. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ നിന്നും കുറച്ച് അകലം പാലിക്കുക. നിങ്ങൾക്ക് നന്മ നൽകുന്ന ഒരു നല്ല ശീലത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരിക. നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. കുറച്ച് സമയം നിങ്ങളോടൊപ്പം തന്നെ ശാന്തമായിട്ട് നിങ്ങൾ ചെലവഴിക്കുക. ചെറിയ തീരുമാനങ്ങൾ പോലും വലിയ മാറ്റങ്ങൾക്ക് തുടക്കമായിരിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ജേർണലിംഗ് ചെയ്യാം.
അതായത് നിങ്ങൾക്ക് ആവർത്തിച്ച് വരുന്ന ആ ഒരു ചിന്തകളോ രീതികളോ ഒക്കെ മനസ്സിലാക്കാനായിട്ട് ഈ ഒരു ജേർണലിംഗ് സഹായിക്കും. നിങ്ങളുടെ ശ്രദ്ധയെ നിരന്തരം തിരിച്ചുവിടുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് എഴുതി വെച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. നിങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്, ഏത് സ്ഥലത്തെത്താനാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ആഗ്രഹിക്കുന്നത്, ഇവയെല്ലാം നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. നിങ്ങൾ എന്താണ് ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങളോട് തന്നെ സത്യസന്ധമായിട്ട് നിങ്ങൾ ചോദിക്കുക. ആ ഒരു ശീലമോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തെയോ വിട്ടുകളഞ്ഞാൽ എനിക്ക് എന്താണ് ലഭിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് നഷ്ടപ്പെടുന്നത്, ഇത് വിട്ടുകൊടുത്താൽ എൻ്റെ ജീവിതത്തിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നല്ലത് വരുന്നത്. ഒരുപക്ഷെ നിങ്ങൾ അന്വേഷിക്കുന്ന ഉത്തരം ഇതിനകം തന്നെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകാം, നിങ്ങളുടെ ഉള്ളിലുണ്ടാകാം. അത് കേൾക്കാനായിട്ട് കുറച്ച് നിശബ്ദമായിട്ട് ഇരിക്കുക. ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക. മാറ്റത്തിൻ്റെ സമയത്ത് വിശ്വാസവും പ്രാർത്ഥനയും നിങ്ങളെ കൂടുതൽ സ്ട്രോങ് ആക്കും. അങ്ങനെ ആക്കുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ ആശ്രയിക്കാം. നിങ്ങൾ ഓരോ ചുവട് വീതം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഓരോ ചെറിയ ചെറിയ സ്റ്റെപ്സ് വീതം നിങ്ങൾ വെച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾ ചെയ്യുന്ന ആ ഒരു കാര്യം അതെന്ത് തന്നെയായാലും അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. നിങ്ങളെ വീണ്ടും വീണ്ടും പിന്നിലേക്ക് വലിക്കുന്ന ആ ഒരു കാര്യത്തെ നിങ്ങൾ വിട്ടുകളയുക. നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ആരോഗ്യകരവും സമാധാനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇടം നൽകുക. സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.